ദൂരത്തു കണ്ട അറിയാത്ത ഭാവം അരികത്തു വന്ന പാതിരാ പാൽക്കുടം. ഞങ്ങളെല്ലാരും കൂടെ ഗൈസ് ഞങ്ങളുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകട്ടോ. വന്നിട്ട് ഇതുവരെ അങ്ങോട്ടൊന്നും പോകാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഒത്തിരി കിട്ടിയ ടൈമൊക്കെ. അത് മിണ്ടായിരിക്കാമോ? തൊട്ടടുത്ത് തന്നെ, ഞങ്ങളുടെ വീടിന്റെ അടുത്ത് തന്നെ കേട്ടോ. അവിടെ പോകുമ്പോ ഒരു പ്രത്യേക മനസുഖം കിട്ടാറുണ്ട് ഞങ്ങൾക്കൊക്കെ, അല്ലേ? അതെന്താന്ന് അറിയത്തില്ല. മുള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം. മുലയുന്ന പൂമേ മദനന്റെ വില്ല് മലരമ്പ് പോലെ നിറമുള്ള നാണം വിടരുന്ന പനിനീർ പരുവം മനസ്സിനുള്ളിൽ ഗഗപരേസ ഗഗപരേസ സനിധ സരേ. നന്ദു നേരത്തെ തന്നെ വന്ന് ഹാജരായിട്ടുണ്ട് കേട്ടോ. അവിടെ ഓടി കളിക്കും. ഞങ്ങളാണെങ്കിൽ കുറെ ലേറ്റ് ആവും. എവിടെ പോകാനാന്നേലും ഞാൻ എന്റെ മക്കൾ കുറച്ച് സ്ലോ ആട്ടോ. അതുകൊണ്ട് തന്നെ നന്ദുവിനറിയാം, അവൻ അതുകൊണ്ട് പെട്ടെന്ന് സ്ഥലം വിട്ടു. പണ്ട് ഇവിടെ ആമ്പൽപ്പൂ ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. നീല ആമ്പൽ. എന്റെ നോക്ക് നെയിലും കണ്ടോ? അത് ഒരേ ഉണ്ണിക്കുട്ടൻ നട്ടില്ലേ കുഞ്ഞമ്മേ? ഏതാ? താമരപ്പൂ. ആ, താമരയുണ്ട്. ഇളമാൻ കണ്ണിലൂടെ I'm thinking of you. ഇളനീർ കനവിലൂടെ I'm thinking of you. Walking in the moonlight I'm thinking of you. ഇവിടെ ഗസ്റ്റ് ഉണ്ട്, പുതിയ ഗസ്റ്റ്. താമരയാണ് ഗൈസ്. ഇത് ഒരു മുട്ടുണ്ട്. ഇതെന്തും ഇങ്ങനെ കാണുമ്പോ എന്തോ പോലെ ഇത് മുട്ട ആവാനുള്ളതാണോ അതോ വിരിഞ്ഞ താമര ഇങ്ങനെ പൊഴിഞ്ഞു പോയിട്ട് ഇങ്ങനെ ആയോ? ഇതെന്തോ ഇങ്ങനെ നിക്കുന്നേ? ആ, നമ്മുടെ ഊഹ ശരിയാ. മൈക്ക് പോലെ നിൽക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ വന്നാൽ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റൂല്ലോ. ഞാനില്ലാത്തോണ്ട് പിള്ളേർ ഇതെല്ലാം നശിപ്പിക്കും. എന്തോ പേര് മോന്റെ? ജിമ്മി. എവിടോ കണ്ടു മറന്നു. മറ്റേ നമ്മുടെ വീട്ടിന്റെ അകത്തോട്ട് ഒരു കളപ്പട്ടി. അത് ചുറ്റി പട്ടിയെ കാണാൻ കുഴപ്പമില്ല. പൂച്ച ഇഷ്ടമല്ലാത്ത നാല് നേരം കുളിപ്പിച്ച് കുഞ്ഞില്ലാതാവോ? അതിന്റെ കൂടെയൊക്കെ നല്ല എഴുന്നേറ്റ് നിൽക്കുമല്ലേ കുളിപ്പിച്ചോണ്ടാവും. ഓ രസമുണ്ട് ഇതിനെ കാണാൻ. ഈ പെണ്ണ ഏതാണ്? ഇവിടെ ഇഷ്ടപ്പെട്ടെന്നു ഇല്ല, പേടിയാന്ന് തോന്നുന്നു ഇവിടെ. നന്ദുവിന്റെ അടുത്ത് കേട്ടോ. ഞാനാ ബിസ്ക്കറ്റ് വാങ്ങിച്ചോണ്ട്. അതെ, നീ നേരത്തെ വന്നോണ്ട് നീ ഏട്ടൻ അടുത്ത്. ഇവിടെ അങ്ങനെ കണ്ട് പരിചയമില്ല. എന്റെ പേര് വിളി, ജിമ്മിന്ന് വിളിയേക്കളെ. നീയൊക്കെ പോ പിള്ളേരെ. മര്യാദ ഉണ്ടോ നോക്കാം, മര്യാദ ഉണ്ടോ? കോവയ്ക്ക പഴുത്ത് കിടക്കുന്നു കേട്ടോ. മധുരക്കിഴ. കുഞ്ഞമ്മ ഞങ്ങക്ക് സ്പെഷ്യൽ ഫുഡൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. മധുരക്കിഴങ്ങ് എന്തോ ആര് ഇന്നങ്ങനെ നടക്കും. ഇത് കുറെ സാധനങ്ങളുണ്ടല്ലോ. കലാവിരുത് ഞാൻ കാണിക്കാൻ പോവാണ്. നമുക്ക് തെമ്മൽ വരെ അത് പോയിട്ട് വരാം കേട്ടോ. പോവും ഇപ്പൊ തന്നെ. അതുപോലെ അറിയാം തെമ്മലെ പോവാൻ പോലെ.
ഇത് അത്ര പൊക്കമില്ലാത്തോണ്ട് നിനക്ക് സൂപ്പറായിട്ട് ഓടിക്കില്ലേ? ഇച്ചിരി കൂടെ താക്ക്. നിങ്ങൾ പൊക്കാൻ ഏതാ മോഡല് വണ്ടി? ഫ്രോൺസ് മാരുതി പഴയ മോഡലാണോ? എനിക്ക് കാറിനെ കുറിച്ചൊന്നും ഐഡിയ ഇല്ല. നമ്മളവിടെ സ്ഥലമില്ലാത്തോണ്ട് കുഞ്ഞമ്മയുടെ വീട്ടിലാണ് ആര്യയുടെ കാർ ഇട്ടേക്കുന്നത് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ടൊരു സാധനം പറിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. വയണയില ഉണ്ട് കേട്ടോ, കുറച്ചൊക്കെ ഉണ്ട്. നമുക്ക് പറ്റുന്നതിൻ്റെ അത്രയും കളക്ട് ചെയ്തുകൊണ്ട് പോവാം. എന്നാലും കുഴപ്പമില്ല. എന്തിനാ മൊത്തം ഇത്? അമ്മ വെറുതെ കൈ തരാം. അടുക്കി പിടിക്കണം. കുഴപ്പമില്ലാത്ത ഉണ്ട് കേട്ടോ, നല്ലതും ഉണ്ട് ഇടയ്ക്ക്. ചിലതൊക്കെ നല്ലതല്ലേ? ഇതോ മുത്തമ്മ അവിടെ രണ്ടെണ്ണം നല്ലത്. ആ ഇതായിരിക്കുന്ന ഭയങ്കര വലുത്. ഇതാ മുത്തമ്മ എല്ലാം എനിക്ക് ഇറങ്ങാൻ പേടിയാ, അതല്ലേ? എവിടെ അമ്മ കിട്ടിയോ? അമ്മ കിട്ടിയോ? എന്ത് പാമ്പല്ല, ഇതിന്റെ മണം. ഇതിന്റെ മണം ഏത് സ്പ്രേയും തോറ്റു, അത്രയ്ക്ക് വലിയ മണമാ. അച്ചാർ ഇരിക്കുന്ന കേട്ടോ. ഇവിടെ വന്ന എന്തെങ്കിലുമൊക്കെ അച്ചാറുകൾ കാണാൻ പറ്റും കേട്ടോ. കുഞ്ഞമ്മയുടെ കൊച്ചൻ എന്തോ പറയുന്നല്ലേ, നമ്മളെ കുറിച്ച് കുറ്റം പറയും. ചില ആൾക്കാർ എന്തെങ്കിലും പറയും മാത്രമേ ഉള്ളൂ അർച്ചന ഇങ്ങനെ മിണ്ടാതിരുന്ന് കാണുന്നത്. അതിലൊരാളാണ് കൊച്ചൻ. വേണോ അച്ചാർ? വേണോ? ഇച്ചിരി കഴിച്ചു നോക്ക്, നല്ല ടേസ്റ്റ്. കുറച്ച്. അതെന്താ നിനക്ക് വേണ്ടാത്തത്? എങ്ങനുണ്ട്? പല്ലില് കുരുങ്ങരുത് കപ്പിയില്. കൊള്ളാവോ? സൂപ്പർ അല്ലേ? വേണോ? മതി ചോദിക്കണ്ടായിരുന്നു. വേണോ? ഒരാള് കഴിച്ചപ്പോ അടുത്ത ആൾക്ക് കൊതി. മധുരക്കിഴങ്ങ് ചായ എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? എവിടെ ഇരിക്കുന്നോളൂ പോ. നല്ല ചൂട്, നല്ല ചൂട്. ഒരു വായ എനിക്ക് ഫസ്റ്റ് ബൈറ്റ് എനിക്ക് തരുമോ? നല്ല ചൂടാ, തണുക്കട്ടെ. ചമ്മന്തി ഉണ്ടല്ലേ? പറയണ ഫസ്റ്റ് ബൈറ്റ് ഒന്നില്ല കൊള്ളാം. ഇളനീർ കനവിലൂടെ I'm thinking of you. Walking in the moonlight I'm thinking of you. Listening to the raindrops I'm thinking of you. Hey Saloma, oh Saloma, ah Saloma, ah Saloma, ah. കുഞ്ഞമ്മയുടെ വീട്ടിൽ എപ്പോൾ വന്നാലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നാടൻ വിഭവങ്ങളൊക്കെ കഴിക്കാം.
ഇത് പക്ഷേ ഇവിടെ മലക്കറിക്കാര് വരുമ്പോ കൊണ്ടുവരുന്നത് കേട്ടോ, അന്നേരം കുഞ്ഞു വാങ്ങിച്ചു. പക്ഷെ ഇതിന്റെ എല്ലാം കൃഷി ഉണ്ടായതുകൊണ്ട് നിത്യവഴുതനങ്ങ, ചേമ്പ്, ചേന ഇതെല്ലാം ഇവിടെ വരുമ്പോ ഞങ്ങളൊക്കെ വരുമ്പം നാച്ചുറലായിട്ട് കുഞ്ഞമ്മയും കൊച്ചനും പോയി പറമ്പിൽ പോയി ഇങ്ങനെ കളച്ചെടുത്തോണ്ട് വന്ന് പുഴുങ്ങി തരുമായിരുന്നു. പിന്നെ മത്തൻ തോരൻ, എന്തൊക്കെ വെറൈറ്റി കറികൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ട്. പണ്ട് പത്തനാപുരത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നില്ല ഇവിടെ മധുരക്കിഴങ്ങ് കൃഷി. നമുക്ക് കൃഷിയല്ല, അവിടെ ഇവിടെയും ചെറുതായിട്ട് അത്യാവശ്യം കൊതിക്ക് കഴിക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഞാനങ്ങനെ മധുരക്കിഴങ്ങ് കഴിക്കാറൊന്നുമില്ല, പക്ഷെ അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇന്ന് കഴിയുമ്പോൾ കുറച്ച് കഴിക്കും. അപ്പൊ ടേസ്റ്റ് വരുമോ? ചേമ്പ് ഇഷ്ടമായിരിക്കും, ചേമ്പിന്റെ ടേസ്റ്റ് ഇഷ്ടം. അന്നേരം ടേസ്റ്റ് വരുമോ? രസമില്ല എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ കഴിക്കും. ഉണ്ണിക്കുട്ടനെ അച്ഛനൊന്നും ഇല്ലാതെ രസമില്ല. പണ്ടൊക്കെ വരുമ്പോ എല്ലാരും കാണും ഇവിടെ. ഉണ്ണിക്കുട്ടനെ കണ്ടിട്ട് എത്ര കാലമായി, അച്ഛനെ പിന്നെ എപ്പോഴും കാണുന്നുണ്ട്. ശരിയല്ല, നമ്മളിവിടെ ഫസ്റ്റ് വന്നപ്പം ഒരാളിവിടെ ഉണ്ടായിരുന്നല്ലോ, ഒരു കുട്ടിച്ചാത്തൻ. ഞങ്ങളെയൊക്കെ കണ്ട് ഭയങ്കര ജാടയില് പോയി ഇവിടെ ഒളിഞ്ഞു കിടന്നുറങ്ങാൻ. ഞങ്ങളുടെ ഒന്നും ശല്യം ഇല്ലാത്തത്. എടാ ഞാൻ നോക്കാം. ഒന്ന് ഒളിഞ്ഞു കിടക്കുവാ, പാവശല്യം ചെയ്യാതെ. മക്കളറിയാം കേട്ടോ, ഞങ്ങളെ ശല്യം ചെയ്യത്തില്ലേ. ചേട്ടാ വേണ്ട, അവന്റെ മുഖം കണ്ട, ദേഷ്യം കണ്ട അവന്റെ. നോക്ക് ഫേസ് നോക്ക്, ദേഷിച്ചു കിടക്കുവാ. ശല്യങ്ങൾ ഇവരൊക്കെ എവിടുന്ന് വന്ന് ഇവരൊക്കെ. പ്രത്യേകിച്ച് അമ്മൂസിനെ കണ്ടിട്ടാ അത് അടുക്കാത്തത്, പിശുക്കി കളയെന്ന് പറഞ്ഞു. വാങ്ങ ഉറങ്ങട്ടെ ഉറങ്ങട്ടെ. വെള്ളം വീണതല്ലേ പാല് വേണ്ടായി. കൊതു കുത്തട്ടെ, കൊണ്ട് കൊതു കുത്തുന്നുണ്ടോ? നീ പെണ്ണേ, നിന്റെ അമ്മ വിളിക്കുന്ന പെണ്ണാണോ കുഞ്ഞമ്മേ? കണ്ട ആണിന്റെ വീട്ടിലേക്ക് കൊള്ളാ പറ്റി. നമ്മളെ കുളിപ്പിച്ച് എന്റെ കൂടൊക്കെ ഒരു ഇത് പോയി. അല്ല അങ്ങനത്തെ പൂടയാ ഇത് പൊങ്ങിപ്പോയി കൂട. അങ്ങനെ തന്നെ ആയിരുന്നു. ഒരു ഇതില്ല, നമ്മുടെ ഇല്ല ഷാമ്പു ഇട്ടിട്ട് നമ്മൾ കണ്ടീഷണർ ഇടാത്ത പോലെ ഒരു അവസ്ഥയുണ്ട് എന്റെ മുടി പോലെ. അത് അങ്ങനെയാണ്. ഇതിനകത്ത് പണ്ട് ഗപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴുണ്ടോ ഗപ്പി ഉണ്ടല്ലേ ഇഷ്ടം പോലെ? അന്നേരം പിന്നെ കൊതുകിന്റെ ശല്യം കാണത്തില്ല കേട്ടോ. പല പല കളറ്. കുറച്ച് അഭ്യാസങ്ങളൊക്കെ കാണിച്ചേ. കരാട്ടയുടെ കുറച്ച് ഇതൊക്കെ കാണിച്ചേടാ. എടാ ഇതിനാണോ നീ പഠിച്ചത്? അവിടെ ബ്ലാക്ക് ബെൽറ്റ് ഒക്കെ വാങ്ങിച്ചവനല്ലേ നീ? പിന്നെ ഏതൊക്കെ വാങ്ങിച്ചു? ബ്ലൂ വരെ വാങ്ങിച്ചില്ലേ? 2 സ്റ്റെപ്പ് കാണിക്കടേ. നനങ്ങി എനർജിയോടെ എനർജിയായിട്ട് കാണിക്കും. എടാ ഇങ്ങനൊക്കെ ചെയ്യണ, ഇങ്ങനൊക്കെ ചെയ്യ, എക്സസൈസ് ചെയ്ത്. പിന്നെ അടുത്തോ? അത് കലക്കി. ഇതൊക്കെ ഉണ്ടോ അതിനകത്ത്? എടാ ഇതിനെ കുറിച്ച് എനിക്ക് അറിയാത്തുണ്ടാവും, എന്നെ പറ്റിക്കും കേട്ടോ. മൈലാഞ്ചി, നീയൊക്കെ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമല്ലേ? വേണമെങ്കിൽ ഇവിടുന്ന് പറിച്ചോണ്ട് പോയി ഇട്ട് തരാം. ഇപ്പോഴത്തെ പിള്ളേർക്ക് മൈലാഞ്ചി ഒന്നും ആവശ്യമില്ല കേട്ടോ. ചക്ക ഞങ്ങളുടെ അവിടെ സ്ഥലമില്ലാത്തത് കൊണ്ട് മാവ്, തേങ്ങ, പേരയ്ക്ക, ചക്ക ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കുഞ്ഞമ്മയാണ് ഞങ്ങക്ക് അതൊക്കെ എത്തിച്ചിരുന്നത്. ഇവിടെ എല്ലാം ഉണ്ട്. ഇത് ഏത് മരമാ? ഇതെന്തോ കുഞ്ഞമ്മ ഈ മരം? ഇത് മറ്റേ പഴവില്ലയോ? ഇത് സപ്പോർട്ടാ ഉണ്ട്. ഏതാ അവക്കാ? ഇത് അവക്കാട്. ഇത് കാഴ്ച കഴിഞ്ഞാൽ സൂപ്പറാ കേട്ടോ. ഇന്നും രാവിലെ സാലഡായിട്ട് കഴിക്കാൻ സൂപ്പറാ. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാ. ചീരയോ? ചീര പറിക്കട്ടെ, ചീര അടിച്ചു മാറ്റുക. ഇതാണ് എന്റെ ഒരേ ഒരു അനിയത്തി ആര്യ റാണി. ഇതെന്തുവാ? ഇത് നല്ല മണമുള്ള പനിക്കൂർക്ക. ഞവരയില്ലെന്നും പറയും, പനിക്കൂർക്കയെന്നും പറയും. ഇത് കാട്ടു ചീര കേട്ടോ. ഇത് പക്ഷെ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു ചീരയാ. ഇതാരാണ് ഇവിടെ സ്റ്റാറൊക്കെ കെട്ടി തൂക്കിട്ടേക്കുന്നത്? രണ്ടും കൂടെ ഓടി ഇപ്പം വീഴാൻ തോന്നി. എപ്പം വന്നാലും അമ്മൂസ് ഇവിടെ മറിഞ്ഞടിച്ച് വീഴും കേട്ടോ. ഓടി ഞങ്ങളവിടെ ഓടാനും ചാടാനും സ്ഥലമില്ല. അതുകൊണ്ട് ഈ പിള്ളേർക്ക് കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അമ്മൂസിനൊക്കെ കണ്ണും മൂക്കും ഇല്ല. പോയാലോ വീട്ടിൽ? ഈ അർച്ചന ഇവിടെ നിക്കാൻ വിടുന്നില്ല കേട്ടോ. എവിടാ പോണ്ടേ? ഞങ്ങള് ഇവിടെ നിക്കാൻ ഇവിടെ വിടുന്നില്ല കേട്ടോ.
ഡിപ്പോയില് പോണം എല്ലാ വെയിലും കഴിഞ്ഞിട്ട് ഭയങ്കര ശല്യം. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവാം. ആര്യം കൂടെ നീളം വെച്ച് ഞാൻ പറഞ്ഞു തീർന്നല്ലേ പിള്ളേരുണ്ട് അങ്ങെത്തി. ദൂരത്തു കണ്ട അറിയാത്ത ഭാവം അരികത്തു വന്നാൽ പാതിരാ പാൽക്കുടം മുള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക് കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം മുലയുന്ന പൂമേ മദനന്റെ വില്ല് മലരമ്പു പോലെ നിറമുള്ള നാണം വിടരുന്ന പനിനീർ പരുവം മനസ്സിനുള്ളിൽ. സുന്ദരി എവിടെ പോയാലും സുന്ദരി മണികളാണല്ലോ. ഇതാണ് ആര്യങ്കാവ് ഡിപ്പോ. പിന്നല്ലാതെ ഏതാ. നേരത്തെ ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വരുമ്പോ നമ്മൾ ഞങ്ങൾ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഇവിടെ നിന്ന് കേട്ടോ. ഞങ്ങൾ തിരിച്ചു പോകാം. ഇത് കടിച്ചതാ. ഇതാണ് കാട്ടു തക്കാളി. ഇതിലൊരു മാങ്ങയുണ്ട് കേട്ടോ. ആ മാങ്ങയ്ക്ക് പേരക്കയുടെ ടേസ്റ്റാ. ഞങ്ങൾക്ക് വേണ്ടി കുഞ്ഞമ്മ ഇത് പറിക്കാൻ പോവാ. എവിടാ കാണുന്നില്ലല്ലോ. ഇതിനകത്ത് നിന്നൊക്കെ കുഞ്ഞമ്മ കണ്ടുപിടിച്ചു. നീ കണ്ടോ മാങ്ങ? ആ 3 4 4 5 6 6 കിടക്കുന്നുണ്ടല്ലേ. ആ സൂക്ഷിച്ചു നോക്കുമ്പോ കുറെ ഉണ്ടല്ലോ. ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഈ മാങ്ങയ്ക്ക്. ഇങ്ങനെ മാങ്ങ പറിക്കുകയാണ്. മാങ്ങ എടുക്കാൻ വേണ്ടി ആരൊക്കെ ഓടിയേ. ഇവിടെ നിന്ന് കഴിഞ്ഞാ അങ്ങ് മലയിലുള്ള കുരിശ് കാണാൻ പറ്റും. കുരിശുമല. ഇപ്പൊ ഒരുപാട് ഇരുട്ടായി. കാണാൻ പറ്റുമോ നോക്കാം. കറക്റ്റ് പേരൊക്കെ ടേസ്റ്റ് ചെയ്യുന്നത്. ഞാൻ മയണയില കുഞ്ഞമ്മ പറിക്കുക എനിക്ക് വേണ്ടി. നമുക്ക് ആവശ്യമായ മയണയില കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ ഈ പേരക്കയുടെ ടേസ്റ്റ് കിട്ടിയത് ഇതിന്? മാങ്ങ മരത്തില് മാങ്ങ ഒരു അണ്ടികളായിരുന്നു. അത് പേരക്ക മരത്തിൽ നിന്ന് എസൻസ് എടുത്തിട്ട് ഉണ്ടാക്കിയ സാധനം. അങ്ങനെ ഞങ്ങൾ ഇവിടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്ന് രാത്രിയായി കേട്ടോ ഗൈസ്. ഞങ്ങൾ ഇവിടുന്ന് കഥയൊക്കെ പറയാ. ഇവിടെ ഇരുന്ന് കുറെ കപ്പിയൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു അമ്മൂസേ കുഞ്ഞമ്മയുടെ വീട്ടിൽ വന്നത്? ഇഷ്ടപ്പെട്ടോ? എങ്ങനെ ഉണ്ടെന്ന് പറ. ഇഷ്ടമാണോ? അത് പറയുന്നത് എത്ര പാട്. കുറെ കളിച്ചില്ലേ കുഞ്ഞിവിടെ വന്ന്? ഓടി കളിച്ചില്ലേ? അപ്പൊ നമ്മുടെ ആമ്പല് വീണ്ടും മൊട്ടായി കേട്ടോ ഗൈസ്. ഇതിനിപ്പോ രാവിലെ ആകുമ്പോൾ വീണ്ടും വിരിഞ്ഞു വരും. കുഞ്ഞമ്മ പറഞ്ഞത് ഒരു 4-5 ദിവസത്തേക്ക് ഇതിങ്ങനെ വിരിയുകയും നൈറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മൊട്ടാവുകയൊക്കെ ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സിങ് കേട്ടോ. അതൊക്കെ ഞാനിങ്ങനെ ആദ്യമായിട്ട് അറിയുന്നത്. നമ്മുടെ മീൻകുട്ടികളൊക്കെ നൈറ്റ് ആയാലും ഉറങ്ങുന്നില്ലേ ഇവിടെ നിങ്ങളൊക്കെ? എപ്പോഴൊന്ന് ഉറങ്ങണേ. ഞാനും ഇത് കണ്ടിട്ട് ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ആമ്പലൊക്കെ. പക്ഷെ അങ്ങോട്ട് പിടിച്ചു വന്നില്ല. 2 തവണ ഞാൻ ഉണ്ണിക്കുട്ടൻ്റെ ആമ്പൽ വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. അങ്ങോട്ട് കിളിച്ച് വന്നില്ല. അതങ്ങ് ഉണങ്ങിപ്പോയി. അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമുക്ക് പോയാലോ അമ്മൂസേ? മതിയായോ? വീട്ടിൽ പോവാം. കബഡി കളി. ഇന്ന് പാടേ വെട്ടത്ത് പാടേ. 5 6 7 8
9:10. ഇതാണോ കബഡി? ഇനി ഞാന് അയ്യോ നീ അങ്ങോട്ട് കേറുവാ, അങ്ങോട്ട് ഓടി പിടിച്ചേക്കും. ഞാൻ ജയിച്ചേ. നീ തൊട്ടിട്ട് ഓടിയാ മതി. കയ്യാങ്കളി വേണ്ട കേട്ടോ, കയ്യാങ്കളി പാടില്ലേ. 1 2 3 4 5 6